ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവകരുണ ആരെയും ഒഴിവാക്കുന്നില്ല. അതായത് ഒരാളെയും ഒഴിവാക്കുന്നില്ല ദൈവത്തിന്റെ കരുണ എന്നാണ് ധ്യാനിക്കുന്നത്. ഈ ദൈവകരുണയെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആരുമല്ല. അതായത് വിശുദ്ധ ഫൗസ്റ്റിനമ്മയെ കുറിച്ച് പറയുമ്പോൾ ഫൗസ്റ്റിനമ്മയെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. വിശുദ്ധ ഫൗസ്റ്റിനമ്മയുടെ ഡയറിയെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഒന്നുമല്ല. ദൈവത്തിന്റെ കരുണയെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഒന്നുമല്ല. പക്ഷെ ആ കാരുണ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അയോഗ്യതകള്, അതായത് ഒരു കൊച്ചുകുട്ടി വിശന്ന് വലഞ്ഞ് ഒരു കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പൊ പരിശുദ്ധാത്മാവ് തരുന്നൊരു ചിന്ത എങ്ങനെയാണ്: ഒരു കൊച്ചുകുട്ടി വിശന്ന് വലഞ്ഞ് അവനൊന്നും കഴിക്കാൻ കിട്ടാതെ ഒരു കടയുടെ മുമ്പിൽ മനോഹരമായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന് ആഗ്രഹമുണ്ട് ആ കടയിൽ ഉണ്ടാക്കിയ വിശിഷ്ട വിഭവങ്ങളെ കഴിക്കണമെന്ന്. പക്ഷെ അവന്റെ കയ്യിൽ ഒന്നുമില്ല. കീറിയ കീശയുമായിട്ട് അവൻ നിൽക്കുമ്പോൾ ഒരു ധനവാനായ അല്ലെങ്കിൽ ഒരു ധനാഢ്യനായ അല്ലെങ്കിൽ ആ ധനാഢ്യനായ ആ കടക്കാരൻ പറയുന്നു: കുഞ്ഞെ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ഇതിനെടുത്തോ, നിനക്ക് വേണ്ടി ഞാൻ അടച്ചിട്ടുണ്ട് പൈസ. അതാണ് കരുണ എന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പൊ പരിശുദ്ധാത്മാവ് ചിന്ത. വിശുദ്ധ ഫൗസ്റ്റിനാമ 1905 ഓഗസ്റ്റ് 25-നാണ് വിശുദ്ധ ഫൗസ്റ്റിനാമ ജനിച്ചത്. ഫൗസ്റ്റിനാമയുടെ ജീവിതത്തിൽ ഒത്തിരി ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്, തന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ. ഫൗസ്റ്റിനാമയ്ക്ക് ആദ്യമായിട്ട് ദൈവകരുണയുടെ അല്ലെങ്കിൽ ഈശോയുടെ കരുണയുടെ ഒരു ദർശനം ലഭിക്കുന്ന 1931-ലാണ്. തുടർന്ന കാലങ്ങൾ മുഴുവനും ഫൗസ്റ്റിനാമയുടെ ജീവിതത്തിൽ സഹനങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴൊക്കെ ഈ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട്, കരുണയിൽ ശരണപ്പെടുവാനായിട്ട് ഇതൊക്കെ എഴുതി സൂക്ഷിക്കുവാനും ഫൗസ്റ്റിനാമ തന്റെ ഡയറികളൊക്കെ സൂക്ഷിക്കാൻ എഴുതുവാനൊക്കെ തുടങ്ങി. അങ്ങനെ ഫൗസ്റ്റിനാമ 1938-ലാണ് തന്റെ സ്വർഗയാത്ര തുടങ്ങുന്നത്. അതിലുണ്ടായ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ഫൗസ്റ്റിനാമയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നത് 1995-ലാണ്. അതായത് ക്രാക്കോ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ കരോൾ വോയ്റ്റീവയാണ്. ഈ കർദിനാൾ, അതായത് പാറമടയിലെ പണിയെടുത്തിരുന്ന ഈ ഒരു കൊച്ചുകുട്ടി പിന്നീട് കർദിനാളായിട്ട് മാറുകയും വൈദികനായും ആർച്ച് ബിഷപ്പായും കർദിനാളൊക്കെ ആയിട്ട് മാറിയ ആ ക്രാക്കോവിലെ കരോൾ വോയ്റ്റീവ, ഈ വോയ്റ്റീവ പിന്നീട് ജോൺ പോൾ രണ്ടാമനായിട്ട് 2000 ഏപ്രിൽ മാസം 30-ാം ഫൗസ്റ്റിനാമയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുക. അതായത് ഫൗസ്റ്റിനാമയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ജോൺ പോൾ പാപ്പയും അതിലൂടെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഈ തുടർന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധ ജോൺ പോൾ പാപ്പ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണ്. എൻ്റെ മൂത്ത മകനിട്ടേക്കുന്ന പേര് ജോൺ പോൾ എന്നാണ്. പാപ്പയോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പാപ്പയെ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. പക്ഷെ എനിക്ക് സാധിച്ചില്ല. പക്ഷെ പല പ്രാവശ്യം ഞാൻ സ്വപ്നത്തിൽ പാപ്പയെ എനിക്ക് കാണാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. ഈ പാപ്പയാണ് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ ഒരു ഞായറാഴ്ചയായിട്ട്, ദൈവകരുണയുടെ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, ഞാനൊരു ഫൗസ്റ്റിനാമയെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇതൊരു എന്താണ്, കൃത്രിമമായിട്ടുള്ള എളിമയായിട്ടൊന്നും ആരും കരുതരുത്. ഇതൊരു സത്യമാണ്. അതെങ്ങനെയാണ് അതായത് ഈ ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ ഒരു ചിന്ത ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കരുണ എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. പാപ്പ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ മുഖം സ്നേഹമാണ്. ദൈവത്തിന്റെ മുഖം സ്നേഹമാണ്. അതായത് ദൈവം എപ്പോഴും സ്നേഹമാണ്. ആ സ്നേഹം പാപിയുടെ നേരെ തിരിയുമ്പോൾ അത് അവന് കരുണയായിട്ട് മാറുന്നു. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ സൂര്യൻ ഇവിടെ സ്റ്റില്ലാണ്, അവിടെ ഭൂമി കറങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ആഫ്രിക്ക എന്നുള്ള രാജ്യം, ഈ ആഫ്രിക്ക എന്നുള്ള രാജ്യം ഒരു പാപികളുടെ രാജ്യമാണ്. നമുക്ക് ചുമ്മാ ഒന്ന് ചിന്തിച്ചോ. നമ്മൾ ഇരുണ്ട ഭൂഖണ്ഡം പറയാം, ചുമ്മാ മനസ്സിൽ വന്ന് ഇത് ആഫ്രിക്കയിൽ ഒരുപാട് വിശുദ്ധരുള്ള മണ്ണാണ്. പക്ഷെ ഈ സൂര്യൻ ആഫ്രിക്കയെ തന്റെ പ്രകാശം കിട്ടുവാൻ വേണ്ടി ഒരിക്കലും ഒഴിവാക്കുന്നില്ല. സൂര്യനോടെ സ്റ്റില്ലാണ്. അതായത് അവിടെ സൂര്യൻ എല്ലാ സമയത്തും പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കയുടെ അവസരത്തുമ്പോൾ ആഫ്രിക്കയിലേക്കും പ്രകാശം ലഭിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ മുഖം എപ്പോഴും സ്നേഹമാണ്. ദൈവം എപ്പോഴും സ്നേഹമാണ്. പാപിയുടെ നേരെ തിരിയുമ്പോൾ ആ സ്നേഹം കരുണയായിട്ട് മാറുന്നു. കുറച്ചും കൂടി ഒന്ന് ലളിതമായിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഒരപ്പന് 5 മക്കളുണ്ടെന്ന് ചിന്തിക്കാം. ഒരപ്പന് 5 മക്കളുണ്ട്. അപ്പനൊരു കർഷകൻ അല്ലെങ്കിൽ ഒത്തിരി കൃഷിസ്ഥലങ്ങളുള്ള അപ്പനാണ്. അപ്പന്റെ 4 മക്കളും അപ്പനോടൊപ്പം നിന്ന് കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുകയും അല്ലെങ്കിൽ അപ്പനെ സഹായിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് അപ്പന്റെ 4 മക്കളും പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു മകൻ മാത്രം അപ്പൻ പറയുന്നത് അനുസരിക്കുന്നില്ല, കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നില്ല. അപ്പൊ പറയുന്നൊന്നും അനുസരിക്കാതെ നിൽക്കുകയും അവസാനം ഈ കൃഷിസ്ഥലത്ത് വിളവെടുപ്പ് കാലം കഴിഞ്ഞപ്പോൾ, അല്ലെ കൊയ്ത്തുകാലം കഴിഞ്ഞപ്പോൾ, അപ്പൻ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ട് തന്റെ 5 മക്കളെയും വിളിക്കുകയും, അതായത് 4 മക്കളെയല്ല 5 മക്കളെയും വിളിക്കുകയും 5 മക്കൾക്കും ആവശ്യമായ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും
എന്താണ് വിശിഷ്ടമായ സമ്മാനങ്ങളൊക്കെ നൽകുമ്പോൾ 4 മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകതയായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഈ അതായത് ഈ തന്റെ വയലിൽ വേല ചെയ്യാത്ത അല്ലെങ്കിൽ അപ്പനാവശ്യമായ സഹായങ്ങൾ നൽകാത്ത ഈ 5ാമത്തെ മകനെ അവന്റെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അവനെ സമ്മാനം സ്വീകരിക്കാൻ സാധിക്കും. ഇതാണ് ദൈവത്തിന്റെ കരുണ. അതായത് ദൈവം എപ്പോഴും സ്നേഹമാണ്. പക്ഷെ പാപിയായ എന്നിലേക്ക് ദൈവത്തിന്റെ സ്നേഹം വരുമ്പോൾ അതെനിക്ക് കരുണയായിട്ടാണ് മാറുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനാമയുടെ ഡയറിയിൽ 815 ഖണ്ഡിക, എന്റെ സ്നേഹ ഈശോ, സൃഷ്ടാവും സൃഷ്ടിയും എന്ന അത്യഘാതമായ ഗർത്തം ഞങ്ങൾ തമ്മിലുണ്ടെങ്കിലും അവിടുന്ന് എന്നെ എത്രമാത്രം സ്നേഹിക്കുമെന്ന് ഗ്രഹിക്കാൻ എനിക്ക് ഇടയാക്കി. ഈ ഗർത്തമുണ്ടെങ്കിലും അങ്ങേക്ക് തുല്യമായി കണ്ട് അങ്ങനെ സ്നേഹിക്കുന്നു. കാരണം സ്നേഹം ഗർത്തത്തെ നികത്തുന്നു. അങ്ങ് തന്നെ എന്നിലേക്ക് ഇറങ്ങി വന്ന് അങ്ങയോട് ബന്ധപ്പെടാൻ എന്നെ പ്രാപ്തയാക്കുന്നു. ഞാൻ അങ്ങിൽ ആമഗ്നയാകുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അങ്ങിൽ ലയിക്കുന്നു. അങ്ങയുടെ സ്നേഹകടാക്ഷത്താൽ എൻ്റെ ആത്മാവ് ശക്തിയും ബലവും പ്രാപിക്കുന്നു. അതിനെ അങ്ങ് സ്നേഹിക്കുന്നു. 815 ഖണ്ഡികയാണ്. അതായത് ഏറ്റവും ഇതായിട്ട് പറഞ്ഞാൽ അവിടെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഗ്രഹിക്കാൻ, അതായത് ഞങ്ങൾ തമ്മിൽ ഗർത്തമുണ്ട്. അതായത് നിരപ്പായ ഒരു സ്ഥലത്ത് ഒരു കുഴി ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? ഈ കുഴി അതിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. നിരപ്പായ അപ്പൊ ഒരു ഗർത്തമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് വരാൻ എനിക്കൊരു ഗർത്തമുണ്ട്. പാപത്തിന്റെ ഒരു ഗർത്തം എന്നിലുണ്ട്. പക്ഷെ അങ്ങയുടെ സ്നേഹം അതിനെ നികത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് എവറസ്റ്റ് ആണ്. 8848 മീറ്ററാണ് അതിന്റെ ഉയരം. 8848 മീറ്റർ, അതായത് 29,028 അടി. ഈ 8848 മീറ്റർ ഉയരമുള്ള ഈ എവറസ്റ്റ് കൊടുമുടി, അത്രയും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ച്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, മരിയാന ട്രെഞ്ച് ആണെന്നാണ് എൻ്റെ അറിവ്. മരിയാന ട്രെഞ്ച്, ഈ മരിയാന ട്രെഞ്ചിലേക്ക് ഈ എവറസ്റ്റ് കൊടുമുടിയെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പസഫിക് സമുദ്രത്തിന്റെ ജലം മുകളിലായിരിക്കും. അതായത് 1050 മീറ്ററോളം ഉയരമുണ്ട്, ആഴമുണ്ട് ഈ പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിൽ. അപ്പൊ ഈ ദൈവത്തിന്റെ കരുണ, അതായത് ഞാനെന്ന പാപിയുടെ എന്താണ് ഭീകരമായ അല്ലെങ്കിൽ അത്രമാത്രം ഉയരമുള്ള മല പോലെയുള്ള ഹിമാലയം പോലുള്ള എൻ്റെ പാപം ദൈവത്തിന്റെ കരുണയുടെ ആഴങ്ങളിലേക്ക് ഇറക്കി വെച്ചാൽ കരുണ എൻ്റെ പാപത്തെ കവച്ചു വയ്ക്കും. അതാണ് ദൈവത്തിന്റെ സ്നേഹം. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഈ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന കരുണയുടെ ഒരു മനുഷ്യൻ ഗൾഫിൽ വെച്ച് നടന്ന സംഭവം ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. വാഹനം ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ വാഹനം അവിടെ ഒരു അറബിയുടെ വാഹനത്തിൽ ഇടിച്ചു തട്ടി ചെറിയൊരു അപകടം സംഭവിച്ചു. അദ്ദേഹം ആ സമയത്ത് ഇദ്ദേഹം ആകെ വിഷമിച്ചു. കാരണം അദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, ആകെ പ്രശ്നവും. അവിടുത്തെ ആ അറബി ഡോറ് തുറന്നു. അദ്ദേഹത്തിന് കാര്യമായി പരിക്കൊന്നും പറ്റില്ല, വാഹനത്തിന് ചെറിയ പരിക്ക്. അദ്ദേഹം ഒരു റോങ് സൈഡ് ആയിരുന്നു, ഈ മലയാളിയായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം ഈ അറബി ഡോറ് തുറന്നിറങ്ങി വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കാറിൽ വിഷമിച്ചിരിക്കുന്ന മനുഷ്യന്റെ അടുത്തോട്ട് ചെന്നിട്ട് കാറിന്റെ ഡോറ് വന്നിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ ഇത് മാറ്റിയിട്ട് എൻ്റെ വാഹനം നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ റോങ് സൈഡായിട്ട് ഇടിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടായിക്കോളാം, നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ടെന്ന്. ആ മനുഷ്യൻ ആ അറബിയുടെ കൈകളിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണുനീരോടുകൂടി അദ്ദേഹത്തോട് സംസാരിച്ചായിരുന്നു. ഇതൊരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ കരുണയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് നമ്മൾ അത്രമാത്രം പാപിയാണ്, അല്ലെ? ഞാൻ എത്രമാത്രം പാപിയാണ് എന്നുള്ളത് ഇതല്ല, അതിനേക്കാളും ആഴമുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്, ദൈവത്തിന്റെ കരുണയ്ക്ക് അതിനേക്കാളും ആഴമുണ്ട്. അപ്പൊ എന്റെ പാപങ്ങൾ, എന്റെ ബലഹീനതകൾ, എന്റെ പോരായ്മകൾ, നീ എത്ര പാപിയായിക്കോട്ടെ, നീ എത്രമാത്രം പാപിയായിക്കോട്ടെ, അതിനേക്കാളും വലുതാണ് ദൈവത്തിന്റെ കരുണ. അതാണ് പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ആശിഷ് കുറച്ചു മുമ്പ് പറഞ്ഞൊരു വാക്ക് അതുപോലെ ഉണ്ട്. അതായത് ഇവിടെ പാപികളും കൂടുന്നുണ്ട്, പക്ഷെ കൃപയും അതിലൂടെ കൂടുന്നുണ്ട്. അതിലേറെ പ്രവാചകന്മാരും, ഇല്ലേ, കർത്താവിന്റെ പ്രവാചകന്മാരും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ പാപത്തെക്കാളേറെ കൃപ വർദ്ധിക്കുന്നു. അപ്പൊ ഇത് ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ്. എത്രമാത്രം പാപിയായിക്കോട്ടെ, എത്രമാത്രം വലിയ ഹിമാലയൻ പാപം നിന്റെ മുൻപിലുണ്ടോ, നിനക്ക് മാറ്റാൻ പറ്റാത്ത, നിനക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റാത്ത ഹിമാലയൻ പാപം നിന്റെ മുൻപിലുണ്ടോ, അത് കർത്താവിന്റെ കരുണയുടെ പസഫിക് സമുദ്രത്തിലേക്ക് ഇറക്കി വെച്ചാൽ അതിനു മുകളിൽ കർത്താവിന്റെ കരുണ വന്നറിയും. രണ്ടാമത്തെ ഒരു വിശുദ്ധ ഫൗസ്റ്റീനാമയുടെ ഡയറിയിൽ 852 ഖണ്ഡിക,
852 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നത്, ഇന്ന് ഒരു മിന്നൽ പിണർ പോലെ ദൈവത്തിന്റെ സ്നേഹകടാക്ഷം എന്നിലൂടെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ എന്റെ ആത്മാവിലെ ഏറ്റവും നിസ്സാരങ്ങളായ കുറവുകൾ പോലും ഞാൻ കണ്ടു. എന്റെ ദുരവസ്ഥയുടെ ആഴം മനസ്സിലാക്കിയപ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. വലിയ ശരണത്തോടെ ദൈവത്തിന്റെ അളവറ്റ കരുണയിൽ ഞാൻ ആമഗ്നയായി. ഈ അറിവ് എന്നെ നിരാശപ്പെടുത്തുകയോ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ ചെയ്തില്ല. മറിച്ച് ഇത് എന്റെ ആത്മാവിൽ വലിയ ശരണവും സ്നേഹവും അങ്കുരിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു മിന്നൽ പിണർ പോലെ ദൈവത്തിന്റെ സ്നേഹകടാക്ഷം എന്നിലൂടെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ എന്റെ ആത്മാവിലെ ഏറ്റവും നിസ്സാരങ്ങളായ കുറവുകൾ പോലും ഞാൻ കണ്ടു. ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മൾ രാത്രിയിൽ വാഹനം ഓടിക്കുകയാണ് വെച്ചോ. രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ റോട്ടിൽ നിറച്ച് പൊടിയുണ്ടെങ്കിൽ, രാത്രിയിലാണെങ്കിൽ വലിയ പ്രകാശമില്ലെങ്കിൽ നമുക്ക് ആ റോട്ടിൽ പൊടിയൊന്നും കാണാൻ സാധിക്കില്ല, നമ്മൾ കൂളായിട്ട് പോകും. പക്ഷെ ഒരു വാഹനത്തിന്റെ ഒരു ഹെഡ്ലൈറ്റ് ആ ലൈറ്റിൽ ആ റോട്ടിലേക്ക് അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പൊടിയിലേക്ക് അടിക്കുകയാണെങ്കിൽ, നമുക്ക് ശരിക്കും ആ പൊടിയിൽ ഉള്ള ആ പ്രകാശം കടന്നു വരുന്ന സ്ഥലത്തെല്ലാം നമുക്കറിയാൻ സാധിക്കും ഈ ധൂളികൾ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ. നമ്മളിപ്പോ ചിലപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ അകത്തേക്ക് സൂര്യപ്രകാശം വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ സൂര്യപ്രകാശത്തിന്, ആ സൂര്യരശ്മികളിൽ നമ്മുടെ വീട്ടിലുള്ള പൊടിപടലങ്ങൾ. അതിന് തൊട്ട് മുമ്പൊന്നും നമുക്കിത് കാണാൻ സാധിക്കില്ല. കാരണം നമ്മൾ നോക്കും, നമ്മുടെ വീട് ക്ലീൻ ആണ്, നമ്മുടെ വീട് ക്ലീൻ ആണ്. പക്ഷെ സൂര്യപ്രകാശം നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, സൂര്യപ്രകാശം നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുറിയുടെ അകത്തേക്ക് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ആ സൂര്യപ്രകാശത്തിൽ നമ്മുടെ വീടിന്റെ അകത്തുള്ള പൊടിപടലങ്ങൾ അറിയാൻ സാധിക്കും. ഇതാണ് വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 852 ഇതിൽ പറയുന്നത്, ഒരു മിന്നൽ പിണർ പോലെ എന്റെ ഇതിലേക്ക്. അപ്പൊ അതിൽ എന്റെ നിസ്സാരമായ കുറവുകൾ പോലും, എന്റെ നിസ്സാരമായ പോരായ്മകൾ പോലും കാണും. അതായത് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണയുടെ ആ ഒരു പ്രകാശം നമ്മളിലേക്ക് വരുമ്പോഴാണ് അയ്യോ ഞാൻ അതുപോലും ഇല്ലേ, എന്റെ ജീവിതത്തിൽ ഓരോ കൊച്ചു കാര്യങ്ങളും അയ്യോ ഇതെനിക്ക് പറ്റിയ വീഴ്ചയാണല്ലോ. കരുണ നമ്മളിലേക്ക് നിറയുമ്പോഴാണ്. ഞാൻ ഇങ്ങനെ പലരോടും പറയാറുണ്ട്, ദൈവം പാർഷ്യാലിറ്റി, അതായത് ദൈവം പാർഷ്യാലിറ്റി ഇല്ലാത്തവരാണെന്ന് പറയും. പക്ഷെ ഞാൻ പറയും ദൈവം ഭയങ്കര പാർഷ്യാലിറ്റി ഉള്ള ഒരാളാണ്, ഭയങ്കര പാർഷ്യാലിറ്റി. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് അർഹതയുണ്ടായിട്ടല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, എന്നോട് ഭയങ്കര പാർഷ്യാലിറ്റിയാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ മക്കള് ചിലപ്പോൾ തമ്മിൽ എന്തെങ്കിലും കുസൃതിയെ കാണിച്ച് കുറുമ്പ കാണിച്ച് നിൽപ്പുണ്ടാവും. എന്തെങ്കിലും കുറുമ്പല്ല, ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോ. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന മിഠായിയോ അല്ലെങ്കിൽ ആഹാര വസ്തുക്കളോ, നീ കുറുമ്പ് കാണിച്ചാ, നീ ഇത് കാണിച്ചാ, നിനക്കില്ല എന്ന് പറഞ്ഞാൽ മാറ്റിക്കുന്നില്ല. അപ്പോ നമ്മുടെ അപ്പനായ അതിനേക്കാൾ ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ് ഇല്ലേ, വെറും ഒരു മനുഷ്യന്, പച്ചയായ മനുഷ്യനാണ്. ഇന്നോ നാളെയോ മരിച്ചു പോയേക്കാവുന്ന, നഷ്ടപ്പെട്ടേക്ക് പോയേക്കാവുന്ന ഒരു സാധാരണക്കാരനായി ഞാൻ ഇങ്ങനെയാണ് എന്റെ മക്കളെ കാണുന്നെങ്കിൽ, അപ്പൻ, സ്വർഗത്തിലുള്ള നമ്മുടെ അപ്പൻ നമ്മളോട് അങ്ങനെ ഒരു ഇത് കാണിക്കും. അപ്പൊ ആ പ്രകാശം കടന്നു വരുമ്പോ, അത് ദൈവത്തിന്റെ കരുണയുടെ പ്രകാശം വരുമ്പോൾ, അപ്പോഴാണ് ആ കരുണയുടെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുക. കാരണം കർത്താവിന്റെ കരുണ, നമ്മൾ ആ കരുണയുടെ ചിത്രം നമ്മൾ കാണുമ്പോൾ ആ പ്രകാശം കടന്നു വരുന്നത് കാണുന്നല്ലേ, കർത്താവേ ഈ പ്രകാശം എന്റെ ജീവിതത്തിലേക്ക്, ഈ കരുണയുടെ പ്രകാശം എന്റെ ജീവിതത്തിലേക്ക്, എന്റെ വ്യക്തിത്വത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ബന്ധുജനങ്ങളിലേക്ക്, എന്റെ ജോലി സ്ഥലങ്ങളിലേക്ക് കടന്നു വരണേ. അപ്പോഴാണ് ഞാൻ അറിയുള്ളൂ എന്റെ പാപത്തിന്റെ ധൂളികൾ. അതുപോലെ തന്നെ അടുത്തൊരു ഇതാണ് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1985 ഒരു ഖണ്ഡിക, പകുതി ഭാഗത്തുള്ള ഒരു ഇതിലേക്ക് മാത്രമാണ് ഞാൻ കടന്നു വരുന്നത്. അതായത് കാരുണ്യവാനായ ദൈവവും പാപിയായ ഒരു ആത്മാവും തമ്മിലുള്ള സംഭാഷണം എന്നാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. അതിലിങ്ങനെ ഈശോ പറയുന്നുണ്ട്, ഓ പാപിയായ ആത്മാവേ, നിന്റെ രക്ഷകനെ ഭയപ്പെടേണ്ടതില്ല. ഈ ബെനഡിക്ട് 16 പാപ്പ 2005 കൊളോണിൽ നടന്ന 2005 ജർമ്മനിയിലെ കൊളോണിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ആ യുവജനങ്ങളെ, അതിൽ ദശലക്ഷക്കണക്കിന് യുവജനങ്ങളെ നോക്കി ആഹ്വാനം ചെയ്ത ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, യുവാക്കന്മാരെ, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഒരു പേരുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഒരു മുഖമുണ്ട്. അതാണ് നസ്രത്തുകാരനായ യേശു. അവനെ അനുധാവനം ചെയ്യുന്നവനെ തന്റെ സന്തോഷം ബലികഴിക്കേണ്ടി വരുമെന്ന് ആരാണ് നിങ്ങളെ ഭയപ്പെടുത്തിയത്? നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? അതായത് നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് മുഖമുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഒരു പേരുണ്ട്. ആ പേരാണ്, ആ മുഖമാണ് നസ്രത്തുകാരനായ യേശു. അവനെ അനുധാവനം ചെയ്യുന്നവന്, അവനെ പിഞ്ചൊല്ലുന്നവന് തന്റെ സന്തോഷം ബലികഴിക്കേണ്ടി വരും നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, നിങ്ങളെ ഭയപ്പെടുത്തി. അതുപോലെ തന്നെ പറയുന്നുണ്ട്, പാപിയായ ആത്മാവേ, വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1485, ഓ പാപിയായ ആത്മാവേ, നിന്റെ രക്ഷകനെ നീ ഭയപ്പെടേണ്ടതില്ല.
നിനക്ക് സ്വയം എന്റെ പക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്ന് എനിക്കറിയാം. അതിനാൽ ആദ്യ ചുവട് ഞാൻ തന്നെ നിനക്ക് വേണ്ടി വയ്ക്കും. കുഞ്ഞേ, അതെത്ര വാത്സല്യത്തോട് പറയണം. കുഞ്ഞേ, നിന്റെ പിതാവിൽ നിന്ന് ഒരിക്കലും ഓടിയകലരുത്. കാരുണ്യം തന്നെയായ നിന്റെ ദൈവത്തോട് തുറവിയോടുകൂടി സംസാരിക്കുവാൻ നീ മടിക്കരുത്. നിന്റെ പിതാവിൽ നിന്ന് ഒരിക്കലും നീ ഓടിയകലരുത്. അപ്പൊ പറയണം, ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്ന ആരാണ്? അല്ലേ? കർത്താവിന്റെ കരുണയിലേക്ക്. ഇപ്പൊ ഞാൻ എപ്പോഴും ഒരു ലളിതമായ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പൊ ഒരപ്പൻ മക്കളോട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പിണങ്ങി. ചിലപ്പോൾ മോൻ ഇങ്ങനെ വിഷമിച്ച് വഴക്കൊക്കെ ഇട്ട് ഇങ്ങനെ കുഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കൊക്കെ കാണിച്ചൊക്കെ ഇരിക്കുമ്പോ അപ്പൻ തന്നെയാണ് അങ്ങോട്ട് ചെല്ലണത്, അല്ലേ? മിക്കവാറും. കാരണം അപ്പനൊരു ചിരി വരും. അപ്പന് മിഠായിയൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാണ്. ഈ അപ്പന്റെ സ്നേഹമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അപ്പന്റെ സ്നേഹമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മീഷോയില് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ലുലു മാൾ, വലിയ വലിയ മാളുകളിലൊക്കെ ഓഫർ ഉണ്ടാവും. ഓഫർ ഉണ്ടാവുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഇടിയായിരിക്കും ഇത് വാങ്ങിക്കാനായിട്ട്. ഓഫർ, അതായത് അതിന് നമ്മൾ എന്തെങ്കിലും ചെലവാക്കണം. കാരണം നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലണം, കുറച്ച് പൈസയൊക്കെ ചെലവാക്കണം, നമ്മൾ ഒരു ദിവസം ചെലവാക്കണം. ഇത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലാതെ ഒരു വലിയ ഓഫർ കാത്തു വെച്ചിരിക്കുന്നു. വലിയ ഓഫർ ഉണ്ടായിട്ട് നമ്മൾ ഈ ഓഫർ സ്വീകരിക്കണില്ല. വലിയ ഓഫറാണ്, അല്ലെ? വലിയ ഓഫർ നമ്മൾ സ്വീകരിക്കണില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മക്കൾ വഴക്കിട്ടിരിക്കുമ്പോ അപ്പൊ മിഠായി ആയിട്ട് അല്ലെങ്കിൽ കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് ഇതേ കണ്ടാന്ന് പറഞ്ഞപ്പോ ഇവൻ വരികയാണ്. അപ്പൊ ഇതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത് ഈശോയാണ്. കരുണയുടെ കൃപാസാഗരത്തിലേക്ക്, കരുണയിലേക്ക് ആഴപ്പെടുവാനായിട്ട്, കരുണയുടെ സ്നേഹം നുകരാനായിട്ട്, അല്ലെങ്കിൽ കരുണയുടെ ആ ഒരു വാത്സല്യം നുകരാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത് നമ്മളല്ല. നിനക്ക് പേടിയാണ്, നീ പേടിക്കണ്ട, ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാം. അവിടെയാണ് ഏഷ്യ പ്രവചന പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ഏഷ്യ 1:18. അതിങ്ങനെയാണ്. ആ വചനത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. അതായത് ഇങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മൾ ഈശോയുടെ അടുത്തല്ല, അതായത് പരമപരിശുദ്ധനായ മാലാഖമാരും വിശുദ്ധരും സ്തുതിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മളല്ല ചെല്ലുന്നത്. ദൈവം ഇങ്ങോട്ട് വരെയാണ് മിഠായി ഇതായിട്ട്, മോനെ വാടകുട്ട ചക്കരെ എന്നൊക്കെ പറഞ്ഞ പോലെ വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. ആണ്. അതായത് ശരിക്കും രമ്യതപ്പെടേണ്ട ആള് ഞാനാണ് രമ്യതപ്പെടേണ്ടത്. പക്ഷെ ഈ കർത്താവിന്റെ കരുണ അങ്ങനെയല്ല. മോനെ ഇങ്ങോട്ട് വാടചക്കരെ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും തുമഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തരും. അല്ലെ? നിന്റെ പാപം എത്രമാത്രം കടും ചുമപ്പാണെങ്കിലും അത് തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തരാം. അപ്പൊ ഫൗസ്റ്റനമ്മ ഡയറിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി. അതായത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഈ സമയത്ത്, നമ്മൾ ഈശോയെ മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയ കരുണയുടെ കർത്താവിനെ. ആദ്യത്തെ ചുവട് വെച്ചുകൊണ്ട് നിനക്കുള്ള അനുഗ്രഹങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന അപ്പൻ, കരുണയുടെ അപ്പൻ, കരുണയുടെ തമ്പുരാൻ. ഭയപ്പെടേണ്ടതില്ല. കർത്താവിന്റെ കരുണയെ തേടുവാനായിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടി ആദ്യ ചുവട് വയ്ക്കും. വെളിപാടിന്റെ 3:20. ഇതാ ഞാൻ ഹൃദയവാതിൽ, അല്ലെ? ഇതാ ഞാൻ ഹൃദയവാതിലിൽ വന്ന് മുട്ടുന്നു. ഈശോ ജെന്റിൽമാനാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ വാതിൽ ഇടിച്ചു പൊളിച്ചൊക്കെ വരാം, ചെയ്യില്ല. ഞാൻ ഹൃദയവാതിൽ മുട്ടി വിളിക്കണം, മോനെ തുറക്കട കൂട്ടാ, മോളെ ചക്കരെ തുറക്ക് മോളെ, അപ്പം വിളിക്കണ്ട. ഇതാ ഞാൻ ഹൃദയവാതിൽ വന്നിട്ട് ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഒന്ന് വാതിൽ തുറന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പൊ എനിക്ക് വേണ്ടി ആദ്യ ചുവട് വയ്ക്കുന്ന ദൈവം, കരുണയുടെ അപ്പൻ. 1182 ഒരു ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ മകളെ, ആനന്ദവും സന്തോഷവുമേ, നിനക്ക് കൃപകൾ നൽകുന്നതിൽ നിന്ന് ഒന്നും എന്നെ തടസ്സപ്പെടുത്തുകയില്ല. നിന്റെ ദുരിതാവസ്ഥ എന്റെ കരുണയ്ക്ക് പ്രതിബന്ധമല്ല. എന്റെ മകളെ എഴുതുക. ഒരു ആത്മാവിന്റെ ദയനീയത എത്ര അധികമാണോ അത്രയും ശക്തമാണ് എന്റെ കരുണയ്ക്കുള്ള അതിന്റെ അവകാശവും. എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഴമളക്കാനാവാത്ത എന്റെ കരുണാസാഗരത്തിൽ ശരണപ്പെടുന്നതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക. കുരിശിൽ വെച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എന്റെ കരുണയുടെ പ്രവാഹം ഒരാളെ പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ്. ഓർത്ത് നോക്കി, ഒരാളെ പോലും നഷ്ടപ്പെടുത്താത്ത കർത്താവിന് മുമ്പിൽ കർത്താവ് ഒരാളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ഈ കാലഘട്ടത്തിന്റെ ഒരു സുവിശേഷം എന്ന് പറഞ്ഞാൽ കരുണയുടെ സുവിശേഷം. ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം കരുണയുടെ സുവിശേഷമാണ്. ആണും ഒരുമിച്ച് വിവാഹം കഴിക്കുന്ന സാരമില്ല, പെണ്ണും ഒരുമിച്ച് വിവാഹം കഴിക്കുന്ന സാരമില്ല. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മനുഷ്യരല്ലേ.
ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധനായ ദൈവത്തിന്റെ, നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. സാരമില്ല, നമ്മൾ ഈ ലോകത്തിന്, ഞാനടക്കം ഈ ലോകത്തിന് അനുരൂപരാകും. ഈ ലോകത്തിന് അനുരൂപരായിക്കൊണ്ട് പരമപരിശുദ്ധനായ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ യാത്ര പുറപ്പെടണം. എങ്ങോട്ട്? ഈ എമ്മൗസിലേക്ക്. പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സ്നേഹത്തെ, കാരുണ്യത്തെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെടണം എമ്മൗസ്. കള്ളന്മാരും കവർച്ചക്കാരുള്ള ഒരു ഗ്രാമമാണ് എമ്മൗസ് എന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അതായത് അങ്ങോട്ടേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. അതായത് ജെറൂസലേം വിട്ട് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. എന്നിൽ നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. ജെറൂസലേം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനമാണ്, ദൈവത്തിന്റെ ദൈവാലയമുള്ള, ദൈവത്തിന് സാമീപ്യമുള്ള, അവിടെ വിട്ടു പോകരുതെന്ന് പറയുമ്പോൾ അവർ പോവുകയാണ്. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം തിരസ്കരിച്ചുകൊണ്ട് ഒരു ദൂർത്തപുത്രൻ ഇറങ്ങി പുറപ്പെട്ടു, അല്ലെ? അപ്പനായിട്ടുകൊണ്ട്, അപ്പൻ എല്ലാം വാങ്ങിക്കൊണ്ട് അപ്പൻ എല്ലാം കൊടുത്തു, അവനിറങ്ങി പുറപ്പെട്ടു, അല്ലെ? പുറപ്പെട്ട് നമ്മുടെ ചുറ്റും കാണാം ഇങ്ങനെ കുറെ ദൂർത്തപുത്രന്മാരെ. ഒരു പക്ഷെ ഞാനുമായിരിക്കാം, അല്ലെ? ഞാനും ഈ ദൂർത്തപുത്രനായിരിക്കാം. അപ്പനായിട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ ചിലപ്പോൾ പാപത്തിന്റെ പന്നിക്കുഴികളിലും ഒക്കെ പന്നിക്കുഴിയിലൊക്കെ കിടന്നിട്ട് അവസാനം അവിടെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് അപ്പന്റെ കരുണയുടെ സ്നേഹം. അപ്പൻ ഈ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പൻ കാത്തിരുന്ന ഒരു കാത്തിരിപ്പുണ്ട്. മകൻ വരുന്നത് ദൂരെ വെച്ച് തന്നെ പിതാവ് കണ്ടെന്നാ പറയുന്നത്. ദൂരെ വെച്ച് തന്നെ, അതായത് ദൂരെ വെച്ച് തന്നെ ആ പിതാവ് കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? പിതാവ് സിറ്റ് ഔട്ടിൽ വന്നിരിപ്പായിരിക്കും രാവിലെ മുതൽ, അല്ലെ? രാവിലെ ഇങ്ങനെ ദൂരേക്ക് ഇങ്ങനെ കണ്ണുകെടുത്തി മന്നുണ്ടായി. നമ്മുടെ അമ്മമാര് വൈകുന്നേരം ആകുമ്പോ, അമ്മമാര് മാത്രമല്ല അപ്പന്മാരും, അമ്മയൊരു കടലാണെങ്കിൽ, അമ്മയൊരു പുഴയാണെങ്കിൽ അപ്പനൊരു കടലാണെന്ന് ഞാൻ പറയും. കാരണം അമ്മ പുഴയാണെങ്കിൽ അപ്പൻ കടലാണ്. അപ്പൊ നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു കാത്തിരിപ്പുണ്ട്. ദൂരെ നിന്ന് മക്കള് സ്കൂളിൽ നിന്ന് വരുന്നത്, ജോലി കഴിഞ്ഞ് മക്കൾ വരും, ദൂരെ ഇതുപോലെ അപ്പനൊരു കാത്തിരിപ്പുണ്ട്. ദൂരെ നിന്ന് അപ്പൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് മോൻ വരുമ്പോ ദൂരെ വെച്ച് തന്നെ കാണുന്നുണ്ടെങ്കിൽ പിതാവിന്റെ ഒരു കാത്തിരിപ്പ്. പിതാവ് ഓടിച്ചെന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ എടാ ഞാൻ ഡ്രസ്സ് മാറ്റിയടാ, എന്തൊരു മാറ്റോടാ, നിന്ന് കുളിച്ചിട്ട് വന്നേ. അതൊന്നുമില്ല, നീ കുളിച്ചിട്ട് വരാം, അതൊന്നുമില്ല. അവന്റെ മേത്ത് ചെളിയും ഇതുമായ മുഷിഞ്ഞ വസ്ത്രം, മുഷിഞ്ഞു നാറിയ അവനെ കരുണയോടെ ചേർത്ത് പിടിച്ച അപ്പൻ, ആ വാരിപ്പുണർന്ന അപ്പൻ, കയ്യിൽ മോതിരം അണിയിച്ച്, ചെരിപ്പണിയിച്ചു, പുതിയ വസ്ത്രം കൊണ്ട് അണിയിച്ച് കൊടുത്ത്, കൊഴുത്ത കാളക്കുട്ടിയേക്കൊന്ന് ആഘോഷിച്ച അപ്പൻ. അപ്പോ ഈ ഭാഗം പറയുന്ന 1182 ഖണ്ഡിക പറയുന്നു, ഒരാളെ പോലും തിരസ്കരിക്കാത്ത സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യത്തിൽ മാത്രം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ്, ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങെനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രനില്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈശോ ഓരോരുത്തരെയും കാത്തു സംരക്ഷിച്ചതായിട്ട് പറയുന്നത്, ഒരാൾ മാത്രം നഷ്ടപ്പെട്ടു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഈ ഈശോ ഗാഗുൽത്താമലയിൽ കുരിശുമേ മരിച്ചപ്പോ ഈശോയ്ക്ക് എന്തിനാണ്, ഞാനിങ്ങനെ എന്റെ ഒരു പൊട്ട ബുദ്ധി കൊണ്ട് ഞാൻ ഓർക്കും, എന്തുകൊണ്ടാണ് ഈശോ ഗാഗുൽത്താമല തിരഞ്ഞെടുത്തത്? കാരണം ആ നല്ല കളറെ രക്ഷിക്കണമെങ്കിൽ അവിടം വരെ പോകണമായിരുന്നു. ആ നല്ല കളറെ അവനെ രക്ഷിക്കാനായിട്ട് ഒരു അവസരമുള്ളൂ. അവൻ അവസാനം മാനസാന്തരപ്പെടുന്നത് അവന്റെ മരണനേരത്താണെന്ന് മനസ്സിലായിട്ട് അവിടം വരെ, ആ മരിക്കാനുള്ള തൊട്ട് മുമ്പുള്ളതായിട്ടാണ് അവിടെ ഗാഗുൽത്തായിൽ ചെന്നത് ആ ഒരു നല്ല കളറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാളെ പോലും ഈശോ നഷ്ടപ്പെടുത്തിയില്ല. ഒരാളെ പോലും. ഈ പത്രോസും യൂദാസും പാപം ചെയ്തു, അല്ലെ? പത്രോസ് ചെയ്തത് 3 പ്രാവശ്യം പാപം ചെയ്തു. 3 പ്രാവശ്യം ഒരു കൊച്ചുകുട്ടിയുടെ മുമ്പിൽ പോലും പത്രോസിന് ധീരതയോടെ നിൽക്കാൻ സാധിച്ചില്ല. അല്ലെ? ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും, അതിന് തൊട്ടുമ്പോ നിന്നോടൊപ്പം മരിക്കേണ്ടി വന്നാൽ പോലും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ് നെഞ്ചുരിച്ച് കടന്ന അത്ഭുതം പ്രവർത്തിച്ച പത്രോസ്, അല്ലെ? ആ പത്രോസ് എന്നാൽ കടലിനെ മീതെ ഈശോടൊപ്പം കുറച്ചു നേരം നടന്നു, പിന്നെ താഴത്ത് വേണമെങ്കിൽ കുറച്ചു നേരം അത്രയും. ആ പത്രോസ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും പറഞ്ഞ്, ഞാൻ ആ മനുഷ്യനെ അറിയില്ല. 3 പ്രാവശ്യമാണ് പറഞ്ഞത്. യൂദാസ് ഒറ്റ പ്രാവശ്യം ചെയ്തുള്ളൂ. യൂദാസ് ഒരു ഒറ്റ പ്രാവശ്യം മുമ്പ് കുടിച്ചു, പത്രോസ് 3 പ്രാവശ്യം. പക്ഷെ അവിടെ യൂദാസിന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു കുറ്റബോധമാണ്. നമുക്കൊരിക്കലും കുറ്റബോധം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കുറ്റബോധം തരുന്നത് പിശാചാണ്. പാപബോധം തരുന്നതാണ് പരിശുദ്ധാത്മ. അപ്പോ യൂദാസിനുണ്ടായത് കുറ്റബോധവും പത്രോസിനുണ്ടായത് പാപബോധം കൊടുത്ത പരിശുദ്ധാത്മ. അപ്പോ ഇവിടെ ഇങ്ങനെ പറയുമ്പോ പത്രോസും യൂദാസും ചെയ്ത പാപം നോക്കുമ്പോൾ പത്രോസാണ് കൂടുതൽ പാപം ചെയ്തത്, 3 പ്രാവശ്യം കടന്നു. പക്ഷെ കർത്താവ് ആ അത്രയും ചെയ്തിട്ട് പോലും കർത്താവ് ചേർത്ത് പിടിച്ചു.
എന്നിട്ട് എന്താണ് അവര് ഈശോയിട്ട് പോയപ്പോഴൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അല്ല, അങ്ങോട്ട് ചെന്നുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് വല്ലതും കഴിച്ചായിരുന്ന, അല്ലെ, ആഹാരമൊക്കെ ഒരുക്കി കാത്തിരുന്നു, മക്കളെ വല്ലതും കഴിച്ചായിരുന്നു. ഈശോയുടെ കാരണം അങ്ങനെ. ഈശോ ബൈബിളിൽ പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് നമുക്കൊന്ന് കണ്ണുള്ളത്. ഈശോയുടെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഫൗസ്റ്റിനമ്മയുടെ ഡയറിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ആദ്യം പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിന്റെ പാപം എത്രമാത്രം വലിയ ഹിമാലയമാണെങ്കിലും, ഹിമാലയം പോലെ വലിയ പാപിയാണ് നീയെങ്കിലും, ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് നീയെങ്കിലും, ഈശോയുടെ കരുണയുടെ കൃപാസാഗരത്തിൽ ആഴങ്ങളുള്ള, അത്രമാത്രം ആഴങ്ങളുള്ള ആ കൃപാസാഗരത്തിലേക്ക് നിന്റെ പാപങ്ങൾ ഇറക്കി വെക്കുമ്പോൾ അതിനു മുകളിൽ കൃപയുടെ ജലം ഉണ്ടാകും. അത് മുഴുവൻ കഴുകപ്പെടും. ദൈവ സ്നേഹമാണ്. ഈശോ പാപികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏറ്റവും വലിയ പാപിയായിരിക്കും. ഈശോ പാപികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏറ്റവും വലിയ പാപിയായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഒരു മിന്നൽ പിണർ പോലെ ദൈവത്തിന്റെ കരുണയുടെ പ്രകാശം എന്നിലേക്ക് വന്നപ്പോ എന്റെ നിസ്സാരമായ കുറവുകൾ പോലും ഞാൻ കണ്ടു. അപ്പൊ ഈശോയോട് പറയും, ഈശോയെ, അങ്ങയുടെ കരുണയുടെ പ്രകാശം എന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് എനിക്ക് വലിയ പാപമില്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ ചിലപ്പോൾ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരാളായിരിക്കും. അവിടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്. പാപ്പയോട് ചോദിച്ചു സ്വവർഗ വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പാപ്പ പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യരെ കുറിച്ചാണ് ഞാൻ നേരത്തെ, അതായത് അവരുടെ പാപത്തെ പാപ്പ ഇത് തള്ളി പറഞ്ഞു, പക്ഷെ വ്യക്തികളെ, അവരെ വിധിക്കാൻ ഞാൻ ആളല്ലാണ്. അപ്പൊ ദൈവം ആരെയും വിധിക്കുന്നില്ല, അപ്പൊ നമ്മൾ ആരെയും വിധിക്കുന്നില്ല. മിന്നൽ പിണർ പോലെ ഈശോയുടെ സ്നേഹം വന്നപ്പോ എന്റെ നിസ്സാരമായ കുറവുകൾ പോലും ഞാൻ അറിഞ്ഞു. അപ്പൊ ഈശോയുടെ കരുണയുടെ പ്രകാശം എന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്റെ ജീവിതത്തിലുള്ള ഓരോ ചെറിയ കുറവുകളെയും, ഓരോ പാപങ്ങളെയും, ഓരോ ബലഹീനതകളെയും കണ്ടെത്താനായിട്ട് പ്രകാശമുള്ളിടത്ത്, നല്ല പ്രകാശം വരുമ്പോൾ മാത്രമേ അവിടെയുള്ള പൊടിപടലങ്ങൾ ദൃശ്യമാവുകയുള്ളൂ. അതുണ്ടാവട്ടെ. മൂന്നാമത് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ, എൻ്റെ ഉള്ളിൽ പശ്ചാത്താപം വരുമ്പോൾ, അതിനേക്കാളും വലിയ ആഗ്രഹത്തോടെ എന്റെ മുൻപിലേക്ക് ആദ്യ ചുവട് വയ്ക്കുന്ന ഒരാൾ പോലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട്, ദൈവകരുണ ആരെയും ഒഴിവാക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒരാൾ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുൻപിലേക്ക് ആദ്യ ചുവട് വയ്ക്കുന്ന ഒരാളാണ് ഈശോ. ആദ്യ ചുവട് ഈശോയും കൂടി വെക്കുക. വരുവിൻ, യെശയ്യാ 1:18. വരുവിൻ, വരുവിൻ വിളിക്കുകയാണ്. വാ മക്കളെ, വാ മോളെ, വാ മോളെ, മോനെ വാ മോളെ, മോനെ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും അത് തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തന്നെ. അവസാനം പറഞ്ഞൊരു നാലാമത്തെ പോയിന്റ് ഇതാണ്. ഒരാളെ പോലും തിരസ്കരിക്കാത്ത സ്നേഹമാണ് കരുണയുടെ കർത്താവ്. തമ്പുരാന്റെ മുമ്പിൽ ഞാനൊരു എവിടെയോ വായിച്ചതാണ്, ചർച്ച് ഈസ് നോട്ട് എ ക്ലബ് ഫോർ സെയിൻസ്. വിശുദ്ധന്മാർക്കുള്ള ക്ലബ് അല്ല, അത് പാപികൾക്കുള്ള ആശുപത്രിയാണ് സഭ. കർത്താവ് വന്നത് പാപികളെ വിളിക്കാനാണ്. അതുകൊണ്ടല്ലേ കർത്താവിന് 99 എന്നുള്ളതിനേക്കാളും വലുത്. നമ്മൾ മാത്സ് പഠിക്കുന്നത് എങ്ങനെയാണ്? ഈശോ കണക്കിൽ തോറ്റ മനുഷ്യനാണ്, കണക്ക് തെറ്റിപ്പോയ മനുഷ്യൻ, കണക്കറിഞ്ഞൂടാത്ത ആളാണ് ഈശോ. കാരണം ഈശോയെ സംബന്ധിച്ചോളം ഒന്നിനേക്കാളും ചെറുതാണ് 99. നമ്മൾ 99 ആണ് വലുത് ഒന്നും നമുക്കറിയാം. പക്ഷെ ഈശോയുടെ കരുണ എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് അയ്യോ 99 അവിടെ കേട്ടെ, ഒരെണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം അവനോടെ, എവിടെ അവൻ? ഒരാളെ പോലും ഒഴിവാക്കാത്ത, തന്റെ കരുണയിൽ ഒരാളെ പോലും ഒഴിവാക്കാത്ത സ്നേഹം. അതുകൊണ്ടാണ് താടിമീശ പറിച്ചെടുത്തവരോടും, തുപ്പിയവരോടും, കുന്തം കൊണ്ട് കുത്തിയവരോടും, നീ അടിച്ചാലും ഇടിച്ചാലും, കുന്തം കൊണ്ട് കുത്തിയാലും, താടിമീശ പറിച്ചെടുത്താലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവസാനം പശ്ചാത്തപിച്ച ആ നല്ല കള്ളന് പോലും സ്വർഗം കൊടുത്ത തമ്പുരാൻ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു വചനം കൂടി പറഞ്ഞുകൊണ്ടാവട്ടെ. അതിങ്ങനെയാണ്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ
കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന് സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന് സിംഹാസനം കുമ്പസാരക്കൂടം. കുമ്പസാരക്കൂടം. ഒരു തുള്ളി കണ്ണുനീർ, നമ്മൾ പറയുന്ന വാക്കുകളൊന്നുമല്ല, ഒരു തുള്ളി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട്, ഒരു തുള്ളി കണ്ണുനീര് കൊടുത്തുകൊണ്ട് ആ കുമ്പസാരക്കൂട്ടിൽ നിന്നാൽ നീ ഒന്നും പറയണ്ട. ഈശോയുടെ മുമ്പിൽ ഇതുപോലെ കണ്ണുനീർ പൊഴിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, മഗ്ദലന മറിയം. കണ്ണുനീര് മാത്രം പൊഴിച്ചു. കണ്ണുനീര് പൊഴിച്ചപ്പോ ഈശോ നോക്കിയത് അവളുടെ ഹൃദയത്തിലേക്കാണ്. പിന്നീട് ഒരിക്കലും മഗ്ദലന മറിയം തിരിച്ചു നടന്നില്ല. മഗ്ദലന മറിയം പിന്നെ ഒരിക്കലും തിരിച്ചു നടന്നില്ല. ഒപ്പം കൂടെ നടക്കുകയായിരുന്നു. അവസാനം അപ്പസ്തലന്മാരുടെ അപ്പസ്തല എന്ന് വിളിക്കപ്പെട്ടത് മഗ്ദല. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം ശിഷ്യന്മാർക്ക് ഇത് ചെയ്ത് കാണിച്ചു കൊടുത്തത് മഗ്ദലന മറിയം. ഒരിക്കൽ കൂടി ആ വചനം പറയുന്നു, ഹെബ്രയർ 4:16, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം.